ഇത് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ആ ഒരു കുറ്റം എന്തായി മാറുന്നത്? നോക്കിക്കേ, ഒരു വ്യക്തി ഈ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ ശ്രമിക്കുകയും അത്തരം ശ്രമത്തിൽ കുറ്റകൃത്യം ചെയ്യുന്നതിലേക്ക്. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി TS. ഇന്ന് നമ്മള് തിരുവനന്തപുരം LDC പരീക്ഷയ്ക്ക് സുപ്രധാന നിയമത്തിലെ പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യവും ഇനി അടുത്ത പരീക്ഷകളിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള, സാധ്യതയുള്ള മറ്റ് അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ സുപ്രധാന നിയമങ്ങളിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് പോക്സോ ആക്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന്റെ ഒരു സ്പെഷ്യൽ റിവിഷൻ ക്ലാസ്സിലേക്ക് വരാനുള്ള കാരണം. ഓക്കെ, പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും സാധാരണ നിയമത്തെ പോലെ അല്ല. കുറച്ചധികം ശിക്ഷകളും കുറച്ചധികം കുറ്റങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കണം, കുറച്ച് ഫാക്ട്സ് കൂടുതലാണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് പോക്സോ ആക്ട് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അത് സ്വാഭാവികമാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തു പോകുമ്പോഴത്തേക്കും സാധാരണ മറ്റുള്ള ടോപ്പിക്കുകളെ പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കും ഓക്കെ ആയിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി പോക്സോ ആക്ടിനെ കുറിച്ച്, പോക്സോ ആക്ടിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഇരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരു സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട് ആയിട്ടൊന്ന് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക, സെക്ഷൻസ് മാത്രം. ഓക്കെ, എന്നിട്ട് പിന്നീട് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മാത്രം മതി. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ചോദ്യം വലിയൊരു ചോദ്യമാണ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആണ്. 4 വലിയ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് സാധാരണ രീതിയിൽ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇത് വായിക്കുന്ന ഒരു ശൈലിയുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ആ ഒരു രീതിയിലാണ് വായിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇതേപോലൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടമാകാൻ പോകുന്നത് എന്താണ്? നിങ്ങളുടെ വിലയേറിയ സമയമാണ്. നിങ്ങൾക്ക് മാത്സും ബാക്കി കാര്യങ്ങളും എല്ലാം ചെയ്യാനുള്ള വിലയേറിയ സമയമാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നതിലൂടെ പോകാനായിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വലിയ ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് സ്പീഡിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നത് പോലെ നിങ്ങൾ സാധാരണ രീതിയിൽ ഒരു ചോദ്യം വായിച്ചുകൊണ്ടിരിക്കരുത്. അവിടെ 1 മിനിറ്റ് പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ സ്പീഡിൽ വായിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് മാത്രമല്ല, സുപ്രധാന നിയമം മാത്രമല്ല, ബാക്കി ഏത് ടോപ്പിക്കായിട്ട്, ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ടോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടോ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ പോലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാം, സ്പീഡില് വായിച്ച് ആൻസർ ചെയ്യുന്നത് ചിന്തിച്ച് ചെയ്യണം. പക്ഷെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ തെറ്റിപ്പോകാതെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്പീഡില് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് പേര് കൊണ്ടുപോയി സമയം കളയുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ക്ലാസ്സിൽ വീട്ടിൽ പഠിക്കുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യും, എക്സാം ഹാളിൽ പോയിരുന്ന് ക്വസ്റ്റ്യൻ വായിക്കും. നമ്മൾ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി, നമുക്ക് അതിന് മാറ്റാൻ സാധിക്കത്തില്ല. നമ്മൾ അത് ചിന്തിക്കുന്ന പോലും ഇല്ല. ഓക്കെ, ആ ഒരു രീതിയിൽ അങ്ങ് പോകും. അവസാനം മാത്സ് ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇംഗ്ലീഷ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചോണ്ട് ഇറങ്ങും. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകണം, ചോദ്യങ്ങള് സ്പീഡിൽ വായിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം കോച്ചിങ് സെന്റേഴ്സിലൊക്കെ പോയി പഠിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് OMR പരീക്ഷയ്ക്ക് എഴുതി അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഓൺലൈൻ പരീക്ഷ, നമുക്ക് ഓൺലൈനായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു അബദ്ധം കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് വന്നാലോ. ചോദ്യം ഇങ്ങനെയായിരുന്നു, ശ്രദ്ധിച്ചോളൂ. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട്
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ശരി എന്നുള്ള വാക്കോ തെറ്റ് എന്നുള്ള വാക്കോ തരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ആൻസറിലേക്ക് പോകാൻ. ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ, യോജിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാലോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: പോക്സോ നിയമത്തിലെ 27-ാം വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത് എന്ന് പറയുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് പോക്സോ കേസുകളിൽ കുട്ടികളുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ശരിയായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്, തെറ്റായിട്ടും അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ശരിയാണ്. എന്നാൽ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വരുന്നത്. അതായത് പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം എന്ന് പറയുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഔദ്യോഗിക വേഷത്തിൽ ആകരുത് എന്നാണ് നമ്മുടെ നിയമത്തിൽ പരാമർശിക്കുന്നത് അല്ലെ. അപ്പോ ഈ ഒരു ചോദ്യം വന്നപ്പോഴത്തേക്കും കുറെ കുട്ടികൾക്ക് അയ്യോ സെക്ഷനുകൾ അവർ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത്, ഇനി അവർ സെക്ഷനുകൾ പഠിക്കാതെ പോയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മള് ക്ലാസ്സിൽ ആപ്പിൽ പോയ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോക്സോ ആക്ടിൽ മാത്രമാണ് ഞാൻ കൂടുതലും സെക്ഷൻസ് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പേര് കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മിസ്സേ ഈ സെക്ഷൻസ് പഠിക്കണോ, സെക്ഷൻസ് പഠിക്കാൻ ഭയങ്കര പാടാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു എല്ലാ സെക്ഷൻസും നമുക്ക് പഠിക്കണ്ട, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ത് ചെയ്യാ ഒന്ന് നോക്കിയിട്ട് പോവാ. അവര് സെക്ഷൻ ഏതെന്ന് എടുത്ത് ചോദിക്കത്തില്ല, പകരം എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് എന്ത് ചോദിക്കും, അത് ശരിയാണോ ആണോ എന്ന് ചോദിക്കും. ചിലപ്പോ അവര് മെൻഷൻ ചെയ്തിരിക്കുന്ന ആ സെക്ഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ശരിയായിട്ടുള്ളതായിരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു ഡൗട്ട് വരും, അയ്യോ വകുപ്പ് 28 ആണോ വകുപ്പ് 27 ആണോ, അങ്ങനെ ഒരു ഡൗട്ട് അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളിൽ പോക്സോ ആക്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, സെക്ഷൻസ് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് പോവാം. സാധാരണ രീതിയിൽ സെക്ഷൻസ് കാണാതെ പഠിക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇതിൽ അപ്പുറം കാര്യങ്ങൾ വളരെ പാടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടിരിക്കുന്നവരാണ്. സോ ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. അപ്പൊ എന്നോടൊപ്പം തന്നെ ഒന്ന് പഠിച്ചു വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പോക്സോ നിയമമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അടുത്തതായിട്ട് വരാൻ ചാൻസുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയാണ്: പോക്സോ നിയമത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. കഴിഞ്ഞ ഈ ഒരു പരീക്ഷയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സിമ്പിൾ ചോദ്യമായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രം, പക്ഷെ അത് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന് കൂടി നിങ്ങൾ ഇന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ തിരിച്ചു പോയിന്റിലേക്ക് വരിക. പോക്സോയുടെ ഫുൾ ഫോം ആണ് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, എന്താണ് പോക്സോയുടെ ഫുൾ ഫോം? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് എന്നാണ്. പഠിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് പഠിച്ചേ. എന്താണ് പോക്സോ നിയമത്തിന്റെ ഫുൾ ഫോം? എന്താണ്? ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് ആക്ട് 2012 എന്നാണ് പോക്സോ ആക്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. എങ്കിൽ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം എന്ന് പറയുന്നത് ഏത് വർഷമാണ്? 2012 ആണ്. മക്കളെ ശ്രദ്ധിച്ച് പഠിച്ചോടെ. നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുമ്പോ 2012, 2021 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ വരും. ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ 2012 ഏത് ക്ലാസ്സിലായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങൾക്ക് അന്ന് എത്ര പ്രായമുണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ആ വർഷമാണ് എന്ത് വന്നത്?
ഈ ഒരു പോക്സോ ആക്ട് വന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. വർഷം ഏതാണ്? 2012 ഓക്കെ. എന്നാണ്? 2012 പോക്സോ നിയമം എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഓക്കെ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത്? ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്: കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടി നിലവിൽ വന്ന നിയമം ഏതാണ്? ഓക്കെ. ഓപ്ഷൻസിനകത്ത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒക്കെ നിങ്ങൾക്ക് അവിടെ കൊടുക്കും. അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമം അഥവാ സെക്ഷൽ ഒഫൻസസ്. ആ വാക്കിന് ഇവിടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. ആ ഒരു കാര്യത്തിലാണ് ഈ നിയമം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെയുള്ള മറ്റ് കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള നിയമമല്ല ഇത്. കൂടുതലും ഇതിനകത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനകത്തുള്ള കുറ്റങ്ങളും അത്തരത്തിലുള്ള ശിക്ഷകളുമാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. ഒന്നുകൂടെ പറയണം: കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണേത്? പോക്സോ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ രീതിയിൽ ഇലോബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ഉള്ളടക്കമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്? നിയമത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്. എന്താണ്? ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത. 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് പറഞ്ഞേ. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് നിയമത്തിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. നിയമത്തിന്റെ ആ ഒരു തുടക്കം മുതൽ ആ ഒരു ഹെഡിങ് തൊട്ട് താഴോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ലക്ഷ്യമായിട്ട് കുറെ സെന്റൻസുകൾ പറയുന്നുണ്ട്. അതിന്റെ ഒരു ഉള്ളടക്കം എങ്ങനെയാണ്? ലൈംഗിക ആക്രമണം. ഓക്കെ. ലൈംഗിക ആക്രമണത്തിനെ തന്നെയാണ് ലൈംഗിക അതിക്രമം എന്നും നമ്മൾ പറയുന്നത്. അപ്പൊ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം. ഓക്കെ. ലൈംഗിക ആക്രമണവും ലൈംഗിക പീഡനവും രണ്ടും രണ്ടാണ്. ഓക്കെ. അപ്പൊ അതും വരുന്നുണ്ട്, അശ്ലീലതയും വരുന്നുണ്ട്. ഓക്കെ. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം എന്ത് ചെയ്തിട്ടുള്ളത്? നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ നിയമപ്രകാരം കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഓക്കെ. ഈ നിയമപ്രകാരം കുട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ്. ഓക്കെ. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഇവിടെ പെൺകുട്ടി എന്നോ ആൺകുട്ടി എന്നോ എടുത്തു പറയുന്നില്ല. ഓക്കെ. പെൺകുട്ടി എന്നോ ആൺകുട്ടി എന്നോ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമാകാം ആൺകുട്ടികളുമാകാം ഈ നിയമപ്രകാരം കുട്ടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാക്കുക, പെൺകുട്ടികൾ മാത്രമല്ല ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നത്, ആൺകുട്ടികളും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് കൂടിയുള്ള നിയമമാണ് പോക്സോ നിയമം എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുട്ടി എന്നതുകൊണ്ട് ഈ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ആൺകുട്ടിയാകാം പെൺകുട്ടിയാകാം, ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ എന്ന വാക്ക് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതി നടന്ന വർഷം എന്ന് പറയുന്നത് 2019 ആണ്. ഓക്കെ. 2019 2012 നിലവിൽ വന്ന നിയമമല്ലേ. അപ്പോ അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് തവണ ചെറിയ ചെറിയ ഭേദഗതികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും വലിയ ഭേദഗതി, ഏറ്റവും കൂടുതൽ ഭേദഗതി വന്നിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭേദഗതി വന്നിട്ടുള്ളത് ഏത് വർഷമാണ്? അത് 2019 ഓർത്ത് വെച്ചിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ വന്ന ഭേദഗതി എന്ന് പറയുന്നത്, ഇവിടെ ശിക്ഷകളില് വധശിക്ഷ വരെ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 2019 ഭേദഗതി. തുടക്കത്തിൽ നിയമം നിലവിൽ വന്ന സമയത്ത് അതിനകത്ത് ഒരു കുറ്റത്തിനും ശിക്ഷയായിട്ട് എന്ത് പറഞ്ഞിട്ടില്ലായിരുന്നു? വധശിക്ഷ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയിലൂടെയാണ്
അവിടെ എന്ത് ചെയ്യുന്നത്, ശിക്ഷയുടെ ഇനത്തിൽ അത് ഒരു കുറ്റം ചെയ്യുന്ന ആ ഒരു സമയത്താണ് വധശിക്ഷ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ വധശിക്ഷ ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് ഏത് ഭേദഗതിയാണ്, 2019 പോക്സോ ഭേദഗതിയാണെന്നാണ് പറയേണ്ടത്. ഓക്കെ ആണോ? മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത് ഈ നിയമപ്രകാരം പറയുന്ന പലതരത്തിലുള്ള കുറ്റങ്ങളുണ്ട്, അതിന് പറയുന്ന ശിക്ഷകളുണ്ട്. അതാണ് നമ്മൾ ഇനി അടുത്ത് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. കഴിഞ്ഞ വർഷങ്ങളില് ഈ ഒരു ഏരിയയിൽ നിന്നും ശിക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിമ്പിൾ കാര്യമാണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്ന ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ ദാ നമ്മളിവിടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, സെക്ഷൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കൂ, സെക്ഷൻ 3 നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 3 എന്തിനെ പറ്റി പറയുന്നത്, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെ പറ്റി പറയുന്നത്. ഇവിടെ കുറ്റങ്ങളുടെ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള, ഓക്കെ, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം. ഈ ഒരു മലയാളം വാക്കുമായിട്ട് ബന്ധപ്പെട്ട വേറെയും രീതിയിൽ വാക്കുകൾ എന്ത് ചെയ്യാം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതിന് ഇംഗ്ലീഷ് കറക്റ്റ് ആയിരിക്കും. എന്താണ്, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നാണ്. ഓക്കെ, പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെയാണ് നമ്മൾ മലയാളത്തിൽ കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം, നുഴഞ്ഞുകയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്ന് കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നുഴഞ്ഞുകയറ്റം. ഓക്കെ, നുഴഞ്ഞുകയറ്റം, കടന്നുകയറ്റം ഒക്കെ ഓൾമോസ്റ്റ് സെയിം മീനിങ്ങിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ദാ നമ്മൾ ആദ്യം പഠിക്കുന്ന സെക്ഷനില് 3 സെക്ഷൻ 3 എന്തിനെ പറ്റി പറയുന്നത്, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം അഥവാ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ പറ്റി പറയുന്നത്. എന്താണ് ഈ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ടൊന്ന് ഓർമ്മപ്പെടുത്താം. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, കേട്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതായത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാല് അവിടെ ഒരു പെനിട്രേറ്റീവ്, ഒരു നുഴഞ്ഞുകയറ്റം, അവിടെ ഒരു കടന്നുകയറ്റം വന്നിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചിരിക്കുക. ആ വാക്കിനകത്ത് തന്നെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ കുട്ടിയുടെ വായിലോ അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളിലോ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ ആ ഒരു പ്രതിയുടെ എന്തെങ്കിലും ശരീരഭാഗമോ എന്ത് ചെയ്യുകയാണ്, പ്രവേശിപ്പിക്കുകയാണ്, പെനിട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അത്തരത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോക്സോ നിയമപ്രകാരം ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം അഥവാ അതിക്രമം എന്ന് പറയുന്നത്. മനസ്സിലായോ? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആണ് സെക്ഷൻ 3 പറയുന്നത്. അപ്പൊ സെക്ഷൻ 3 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, വിവരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു കുട്ടിയുടെ വായിലോ ശരീരഭാഗങ്ങളിലോ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും വസ്തുക്കൾ പ്രവേശിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ ശരീരഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രവേശിപ്പിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന കുറ്റത്തിനെയാണ് നമ്മൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. അതാണ് സെക്ഷൻ 3 പറയുന്നത്. അപ്പൊ സെക്ഷൻ 4 എന്തായിരിക്കും പറയുന്നത്, സെക്ഷൻ 4 ഈ പറഞ്ഞ കുറ്റത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 4 പറയുന്നത്. ഓക്കെ, അപ്പൊ 2019 ഭേദഗതിയിലൂടെ സെക്ഷൻ 4 വലിയ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ 4നെ 4.1, 4.2, 4.3 എന്നീ 3 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തു. അതിനകത്ത് 4.1 എന്താ പറയുന്നത്, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയും അതിനോടൊപ്പം തന്നെ പിഴയുമാണ് സെക്ഷൻ 4.1 പറയുന്നത്. ഇവിടെ 10 എന്ന് എഴുതി വെച്ചോളൂ. 4.1 എന്ത് പറ്റി പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷയെ പറ്റി പറയുന്നത്. എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞേ, 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും ഒപ്പം തന്നെ പിഴയുമാണ് ലഭിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങള് ശിക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്
ദാ ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അതായത് 4ാമത്തെ സെക്ഷനിൽ, 3ാമത്തെ ആ ഒരു കുറ്റകൃത്യത്തിലുള്ള 3ാമത്തെ സെക്ഷനിൽ പറയുന്ന ആ ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ ശിക്ഷയെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുകയാണ്, ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേ. സെക്ഷൻ 4 എന്തിനെ പറ്റി പറയുന്നു? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ പറ്റി പറയുന്നു. 4 തന്നെ 4(1), 4(2), 4(3) എന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4(1) ഈ കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയും പറ്റി പറയുന്നത്. എന്നാൽ 2ാമത്തെ ആ ഒരു സ്പ്ലിറ്റിംഗ് 4(2) എന്താണ് പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾക്കറിയാം ഈ നിയമം 18 വയസ്സിന് താഴെയല്ലേ. ഇനി 16 വയസ്സിന് താഴെയുള്ള കുട്ടിയോടാണ് ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്തതെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കൂ, 16 വയസ്സിന് താഴെയുള്ള കുട്ടിയോടാണ് ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്തതെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇതല്ല, 10 വർഷമല്ല. ആ 10 എന്നുള്ളത് എന്തായി മാറുന്നു? 20 വർഷമായി മാറുന്നു. അതായത് 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമായിരിക്കും എവിടെ ലഭിക്കുന്നത്? 16 വയസ്സിന് താഴെയുള്ള കുട്ടിയോട് ചെയ്താൽ ലഭിക്കാൻ പോകുന്നത്. അതാണ് സെക്ഷൻ 4(2) പറയുന്നത്. ഓക്കെ ആണോ? എന്നാൽ 4(3) എന്താ പറയുന്നത്? ഇവിടെ നിന്നും പിഴയായിട്ട് ലഭിച്ച തുക എന്ത് ചെയ്യുക? ഇരയായവരുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനും വേണ്ടി അനുവദിക്കുക എന്ന് പറയുന്നതാണ് 4(3). ഓക്കെ, അപ്പം അടുത്തൊരു പരീക്ഷയ്ക്ക്, ഇനി വരുന്ന ഏതെങ്കിലും ഒരു ജില്ലയിലെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സെക്ഷൻ 3 ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം പറയുന്നത്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമാണ്. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. 4(2) എന്ത് പറയുന്നു? 16 വയസ്സിന് താഴെയുള്ള കുട്ടിയോടാണ് ഈ പ്രവൃത്തി ചെയ്തതെങ്കിൽ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമാണ്. 4(3) പറയുന്നു ഈ പൈസ എന്ത് ചെയ്യുക? ഇരയായവർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 3, 4 നമ്മൾ പഠിച്ചു തീർന്നേ. 3 എന്തായിരുന്നു? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അതിനുള്ള ശിക്ഷയായിരുന്നു 4. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള തീവ്രമായ ആക്രമണമാണ് അടുത്ത ഒരു കുറ്റകൃത്യം. ഓക്കെ, എന്താണ്? ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള തീവ്രമായ ആക്രമണമാണ് അടുത്തതായിട്ട് പറയുന്ന കുറ്റം എന്ന് പറയുന്നത്. ഇവിടെ പുതിയതായിട്ട് കടന്നു വന്ന ഒരു വാക്കെന്ന് പറയുന്നത് തീവ്രമായ അഥവാ അഗ്രവേറ്റഡ് എന്നുള്ള വാക്കാണ്. ബാക്കിയെല്ലാം തൊട്ട് മുമ്പ് പറഞ്ഞ 3ാമത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അല്ലെ? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ കൂടെ അഗ്രവേറ്റഡ് കൂടി വന്നു. അതായത് തീവ്രമായ, ഓക്കെ, തീവ്രമായ ലൈംഗിക കടന്നുകയറ്റം എന്നുള്ള ആ ഒരു വാക്ക് കൂടി വന്നാൽ അവിടെ എന്ത് ചെയ്യുകയാണ്? ആ ഒരു അർത്ഥം മൊത്തത്തിൽ മാറുകയാണ്. തീവ്രമായ, അതായത് തൊട്ടു മുമ്പ് പറഞ്ഞ പ്രവൃത്തി എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ട്. അത് എപ്പോഴാണ് തീവ്രമാകുന്നത്, എപ്പോഴാണ് അഗ്രവേറ്റഡ് ആകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത്? സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്നു. അതായത് ഇപ്പം പട്ടാളക്കാര് നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്, പോലീസുകാര് സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്, കുട്ടിയുടെ വീട്ടുകാര് അല്ലെങ്കിൽ കുട്ടിയുടെ സ്കൂളിൽ അധികൃതര്, ഹോസ്റ്റൽ അധികൃതര്, ഇവരെല്ലാം കുട്ടികളെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ഇത്തരത്തിൽ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ആ ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ തീവ്രമായ ലൈംഗിക കടന്നുകയറ്റം എന്ന് പറയുന്നത്, ഇല്ലേ? അതുപോലെ തന്നെ മാനസിക വൈകല്യമുള്ള കുട്ടിയെ എന്ത് ചെയ്യുന്നു? പീഡിപ്പിക്കുന്നു. അത് തെറ്റായിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരു കുറ്റമാണ്. അതുപോലെ തന്നെ കുട്ടിയെ അനവധി പേര് ചേർന്ന് എന്ത് ചെയ്യാണ്? ഗ്യാങ് റേപ്പ് ചെയ്യുകയാണ്. അതും എന്താണ്? തീവ്രമായ ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ പോലീസുകാരോ അല്ലെങ്കിൽ സായുധ സേനയിലോ സുരക്ഷാ സേനയിലോ അംഗമായിരുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഇപ്പം സർക്കാർ ജോലിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഹോമിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ, ഇനിയിപ്പോ കുട്ടി ഇപ്പൊ ജയിലിലാണ്, ജയിലിലെ ജീവനക്കാർ എന്ത് ചെയ്യുന്നു? ഇവരെ എന്ത് ചെയ്യുകയാണ്?
ഈ ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്യുകയാണ്. ഇപ്പൊ കുട്ടി ആശുപത്രിയിൽ ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടറോ അല്ലെങ്കിൽ നേഴ്സോ മറ്റേ അധികൃതരോ എന്ത് ചെയ്യുകയാണ്, ആ കുട്ടിയെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്യുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്കൂൾ അധികൃതരോ ടീച്ചറോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ ചേർന്ന് എന്ത് ചെയ്യുകയാണ്, ഇത് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് ആ ഒരു കുറ്റം എന്തായി മാറുന്നത്, തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമായി മാറുന്നത്. അല്ലെങ്കിൽ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചൊക്കെ കുട്ടിയെ എന്ത് ചെയ്യുന്നു, ദേഹത്തൊക്കെ പൊള്ളിക്കുന്നു. അതെല്ലാം തീവ്രമാണ് അല്ലെ. കുട്ടിയെ ഈ ഒരു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ ദേഹമൊക്കെ മുറിക്കുന്നു, അതിനെ കുട്ടിയെ ലൈംഗിക അവയവങ്ങളൊക്കെ പരിക്ക് പറ്റിപ്പിക്കുന്നു. ഇതെല്ലാം എന്താവുന്ന തീവ്രമായ ലൈംഗിക അതിക്രമമാണ്. അതുപോലെ തന്നെ ഇത് ചെയ്തതിന്റെ ഫലമായിട്ട് കുട്ടിക്ക് HIV ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കുട്ടി ഗർഭിണിയാകുന്നു. അപ്പൊ അതുമെല്ലാം എന്താണ്, ഈ തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് തുല്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു കാര്യമാണ് സെക്ഷൻ 5 പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ ലഭിക്കാൻ പോകുന്ന തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം ചെയ്താൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷ, ഒപ്പം തന്നെ പിഴ ലഭിക്കും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്ത് ലഭിക്കും, കൂടുതൽ വലിയ കുറ്റമാണ് ഇവർ ചെയ്തതെങ്കിൽ അവർക്ക് വധശിക്ഷ വരെ ലഭിക്കും. അപ്പം ഈ പറഞ്ഞ കുറ്റങ്ങൾക്കാണ് എന്ത് ലഭിക്കുന്നത്, ഈ നിയമത്തിലൂടെ വധശിക്ഷ കൊടുക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ സെക്ഷൻ 5 എന്താണ്, അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് അഥവാ തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെ പറ്റി പറയുന്നത്. അതിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സാധാരണ രീതിയിലുള്ള ശിക്ഷ കാര്യങ്ങളാണെങ്കിൽ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയായിരിക്കും. ഇനി ഇതല്ല, കുറച്ച് തീവ്രമായ കുറ്റമാണ് അവര് ചെയ്തതെങ്കിൽ അവിടെ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്തായിരിക്കും, വധശിക്ഷയായിരിക്കുമെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ അല്ലേ. അപ്പം സെക്ഷൻ 5ഉം 6ഉമാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഒരു കാരണവശാലും സെക്ഷൻ 5, സെക്ഷൻ 6 ആ ഒരു കുറ്റം ചെയ്താൽ അവർക്ക് വധശിക്ഷ എന്നുള്ള വാക്ക് നിങ്ങൾ അവിടെ ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള തീവ്രമായ ആക്രമണമാണ് സെക്ഷൻ 5. 20 വർഷം മുതൽ ജീവപര്യന്തം വരെ ആകാം, അല്ലെങ്കിൽ വധശിക്ഷയാകാം. അടുത്തതാണ് ലൈംഗിക ആക്രമണം എന്ന് പറയുന്നത്. ഓക്കെ, ലൈംഗിക ആക്രമണം നമ്മൾ നേരത്തെ പഠിച്ചത് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് തീവ്രമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇല്ലേ. ഇനി അടുത്തത് എന്താണ്, ലൈംഗിക ആക്രമണം അഥവാ സെക്ഷൽ അസോൾട്ട്. ഇവിടെ സെക്ഷൽ അസോൾട്ടും സെക്ഷൽ ഹറാസ്മെന്റും, ലൈംഗിക ആക്രമണവും ലൈംഗിക പീഡനവും തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, എന്താണ് ഒരു ലൈംഗിക ആക്രമണം എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ച കാര്യമാണ്, എങ്കിലും ഞാൻ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരികയാണ്. അതായത് ഇപ്പൊ ഒരു കുട്ടി, ഓക്കെ, ഇപ്പൊ ഒരാള് എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിയെടുത്ത് ലൈംഗിക ചിന്തയോടുകൂടി കുട്ടിയുടെ ശരീരത്തിലോ സ്വകാര്യ ഭാഗങ്ങളിലോ എന്ത് ചെയ്യുകയാണ്, സ്പർശിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് തങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെക്ഷൽ അസോൾട്ട് അഥവാ ലൈംഗിക ആക്രമണം എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്താൽ ഉള്ള കാര്യങ്ങളാണ്, അതാ ഒരു ശിക്ഷ കുറ്റത്തെ പറ്റിയിട്ടാണ് സെക്ഷൻ 7 പറയുന്നത്. അതിനുള്ള ശിക്ഷയാണ് എവിടെ പറയുന്നത്, ഈ ഒരു സെക്ഷൻ 8 പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും ഒപ്പം പിഴയുമായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, ലൈംഗിക ആക്രമണം ചെയ്താൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ 3 to 5 എന്ന് ഓർത്തു വെച്ചിരിക്കുക. 3 to 5, 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയാണ്. ഇനി ഈ ഒരു പ്രവൃത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാരൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം to 7 വർഷമാണ്. ഓക്കെ, 5 to 7 ആണ്. ഓക്കെ, അതൊന്നും പഠിച്ചു വെച്ചേക്കണേ. ഇത് സാധാരണ രീതിയിലുള്ള ഒരു കുറ്റമാണ്. കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാരല്ല, അല്ലാതെ ഉള്ളവരാണ് ആ കുട്ടിയോട് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ 3 വർഷം മുതൽ 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമായിരിക്കും ലഭിക്കുന്നത് ആസ് പെർ സെക്ഷൻ 8. എന്നാൽ അത് തീവ്രമാകുന്നത് എപ്പോഴാണ്, അഗ്രവേറ്റഡ് ആകുന്നത് എപ്പോഴാണ്,
അത് കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ചെയ്യുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഗർഭിണിയാകുന്നു, അല്ലെങ്കിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു കുട്ടിയോടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പേര് ചേർന്നാണ് ആ കുട്ടിയോട് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അപ്പോഴാണ് ആ ഒരു കുറ്റം എന്തായി മാറുന്നത്? തീവ്രമായിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പിഴയുമായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ എവിടം വരെ എത്തി? സെക്ഷൻ 9, 10 വരെ എത്തി. ഓക്കെ, അപ്പം ഇവിടെ 3, 4 പെനിട്രേറ്റീവ് ആണ്, അത് തീവ്രതയാകുന്നതാണ് 5, 6. അതിനുശേഷം 7, 8 എന്ന് പറയുന്നത് ലൈംഗിക ആക്രമണമാണ്. അതിൽ 9, 10 തീവ്രമാകുന്ന സമയത്താണ് 9ഉം 10ഉം വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും സെക്ഷന് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി 11ലാണ് എന്തിനെ പറ്റി പറയുന്നത്? ലൈംഗിക പീഡനത്തെ പറ്റി പറയുന്നത്. ഓക്കെ, ലൈംഗിക പീഡനം, ലൈംഗിക ആക്രമണം വേറെയാണ്, ലൈംഗിക പീഡനം വേറെയാണ്. ഓക്കെ, എന്താണ് ലൈംഗിക പീഡനം എന്ന് പറഞ്ഞാല്? അവിടെ ഒരു ടച്ചിങ് ഉള്ള ഒരു സംഭവം വരുന്നില്ല. ഓക്കെ, അവിടെ ഒരു എന്താണ് കുട്ടിയെ തൊടുകയോ അങ്ങനെയൊന്നും വരുന്നില്ല. പകരം പീഡനം എന്ന് പറഞ്ഞാല് കുട്ടി കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ലൈംഗിക ചുവയുള്ള എന്തെങ്കിലും പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നു. അതെന്താണ്? ലൈംഗിക പീഡനമാണ്, ഹറാസ്മെന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കുട്ടി കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും കാണിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിയെ കൊണ്ട് തന്റെ ശരീരത്തിനോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ നോക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അശ്ലീലതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വസ്തു കുട്ടിയെ എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഈ നിയമപ്രകാരം ലൈംഗിക പീഡനമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ലൈംഗിക പീഡനത്തെ പറ്റി പറയുന്ന സെക്ഷൻ 11 അതിനുള്ള ശിക്ഷയാണ് സെക്ഷൻ 12 പറയുന്നത്. എന്താണ്? അങ്ങനെയൊക്കെ ചെയ്താൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ മാക്സിമം ഒരു 3 വർഷം മാക്സിമം ആണ്. ഓക്കെ, 6 മാസം തുടങ്ങി അല്ലെങ്കിൽ 3 മാസം തുടങ്ങി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ശിക്ഷകളാണ് ലൈംഗിക പീഡനത്തിൽ ലഭിക്കുന്നത്. മാക്സിമം പോയാൽ എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം? 3 വർഷം. 3 വർഷത്തിനപ്പുറത്തോട്ട് ലഭിക്കത്തില്ല. ഓക്കെ, മാക്സിമം ഒരു 3 വർഷം വരെ ഒരു തടവ് ശിക്ഷ പ്ലസ് പിഴയായിരിക്കും എവിടെ ലഭിക്കുന്നത്? ലൈംഗിക പീഡനം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്തതായിട്ട് ഇവിടെ സെക്ഷൻ 13ലാണ് അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിച്ചാൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയെ പറ്റി പറയുന്നത്. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കുട്ടിയെ ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കുറ്റകൃത്യത്തിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയുമായിരിക്കും. വീണ്ടും അത് ആവർത്തിക്കുന്നു, രണ്ടാമതോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടിയെ വീണ്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ 7 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും പിഴയുമായിരിക്കും അവിടെ ലഭിക്കുന്നത്. അപ്പൊ അവിടെ ആ ഒരു കാര്യം സെക്ഷന് ഇനി കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇത്രയും സെക്ഷനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത്, 12 വരെയുള്ള സെക്ഷൻ. അപ്പൊ 13ൽ അശ്ലീല കാര്യങ്ങളാണ്, 14ൽ അതിനുള്ള ശിക്ഷയാണ്. അശ്ലീല കാര്യങ്ങൾ 13ആണ്, 14ൽ എന്ത് പറയുന്നു? ആദ്യം ചെയ്യുകയാണെങ്കിൽ 5 വർഷം, വീണ്ടും തുടരുകയാണെങ്കിൽ 7 വർഷത്തിൽ കുറയാത്ത തടവും പിഴയുമായിരിക്കും ലഭിക്കുന്നത്. ഇനി കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു ശിക്ഷയെ പറ്റിയിട്ടാണ് 15ൽ പറയുന്നത്. 16ൽ അതിനകത്ത് ഒരു കുറ്റത്തിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നു. എന്താണ്? അപ്പൊ കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിച്ചാൽ ആദ്യത്തെ ആ ഒരു കുറ്റകൃത്യത്തിന് 5000 രൂപയിൽ കുറയാത്ത പിഴയായിരിക്കും. വീണ്ടും തുടർന്ന് ചെയ്യുകയാണെങ്കിൽ 10000 രൂപയിൽ കുറയാത്ത പിഴയായിരിക്കും അവിടെ ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? എങ്കിൽ ഇനി കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണ, ഇവിടെ സെക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചേ. കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരണയെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 16. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു കുറ്റം ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളെ എന്ത് ചെയ്യുകയാണ്? പ്രേരിപ്പിക്കുകയാണ്. ഈ നിയമത്തിൽ പറയുന്ന നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച പല കുറ്റകൃത്യങ്ങളുണ്ടല്ലോ, ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രേരിപ്പിക്കുന്ന സമയത്ത് അയാൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയാണ് സെക്ഷൻ 17 പറയുന്നത്. എന്താണ് ശിക്ഷ? ആ കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ആ ശിക്ഷ തന്നെയായിരിക്കും പ്രേരിപ്പിച്ച വ്യക്തിക്കും ലഭിക്കാൻ പോകുന്നത്. ഇതൊന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പ്രേരണ നൽകിയ ഈ ഒരു പോക്സോ നിയമപ്രകാരം പ്രേരണ നൽകിയ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ആ നിയമത്തിൽ ആ ഒരു കുറ്റത്തിന് എന്ത് ശിക്ഷയാണോ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ആ ശിക്ഷ തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ അല്ലേ? അത് മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു കേസാണ്
വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കും ഉള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കേണ്ടത്, ഈ വ്യാജ വിവരം നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തില്ല, ഒരു ശിക്ഷയും നൽകാൻ പാടില്ല എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അതാണ്, ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. ഇനി ഒരു വ്യക്തിയെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു, ഈ ഒരു കുറ്റം ചെയ്തതായിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി എന്ത് ചെയ്യുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ അപമാനിക്കുകയാണ്. അത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ആയിരിക്കും ലഭിക്കുന്നത്. എന്താണ്, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവോ പിഴയോ ആയിരിക്കും. ഇനി ഒരു മുതിർന്ന വ്യക്തി എന്ത് ചെയ്യുകയാണ്, വ്യാജ പരാതി കൊടുക്കുകയാണ്. ഓക്കെ, ഒരു മുതിർന്ന വ്യക്തി മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, ഒരു വ്യാജ പരാതി കൊടുക്കുന്നു. അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ ആയിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ നിയമത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു എന്താണ്, കുറ്റവും ശിക്ഷയും എന്നുള്ള ഈ ഒരു ഏരിയ. പക്ഷേ ഇത് നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ്. അത് നമുക്ക് എന്തായാലും ശ്രദ്ധിച്ച് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനി ഇതാ സെക്ഷൻ 18 എന്താ പറയുന്നത് നോക്കിക്കേ, ഒരു വ്യക്തി ഈ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ ശ്രമിക്കുകയും അത്തരം ശ്രമത്തിൽ കുറ്റകൃത്യം ചെയ്യുന്നതിനെ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ, അതായത് ഈ പറയുന്ന നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കുറ്റമല്ല ചെയ്യുന്നത്, അത്തരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവിന്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്ന കാലത്തേക്കോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ തടവിന്റെ പകുതിയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. മനസ്സിലായോ? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ ശ്രമിക്കുന്നു. ഒന്നെങ്കിൽ ഈ ആക്ടിനകത്ത് പറയുന്ന ഒരു കുറ്റം നമ്മൾ നേരത്തെ പഠിച്ചപ്പോ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, അത് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. ഓക്കെ, അത്തരത്തിൽ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് അത്തരത്തിലുള്ള ആ ഒരു ശ്രമത്തിൽ കുറ്റകൃത്യം ചെയ്യുന്നതിലേക്കുള്ള എന്തെങ്കിലും പ്രവൃത്തി, ആ പ്രവൃത്തി എന്നല്ല മറ്റെന്തെങ്കിലും തെളിയുകയാണ്, ഇയാൾ ഇത് ചെയ്യാൻ പോകുന്നു എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് തെളിഞ്ഞാൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയാണ് ഇവിടെ പറയുന്നത്. ജീവപര്യന്തം തടവിന്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്ന കാലത്തേക്കോ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ തടവിന്റെ, ഇപ്പൊ 305 വർഷമാണെങ്കിൽ 5 വർഷത്തിന്റെ പകുതി അല്ലെങ്കിൽ 2.5 വർഷം, ആ ഒരു ശിക്ഷ, തടവ് ശിക്ഷയും അതിനോടൊപ്പം തന്നെ പിഴയുമായിരിക്കും അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. സെക്ഷൻ 19 കടക്കുകയാണ്. സെക്ഷൻ 19 ഈ നിയമപ്രകാരം കേസ് റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഈ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആർക്കാണ്? ശ്രദ്ധിച്ചിരിക്കൂ. ഇവിടെ നമ്മളിപ്പോ പോക്സോ ആക്ട് പ്രകാരം ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോക്സോ ആക്ട് നടക്കുമെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ നടന്നു എന്നോ അറിയുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. അവിടെ എവിടെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനകത്ത് പരാതി നൽകാം. ഈ നിയമപ്രകാരം 2 സ്ഥലങ്ങളാണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് പരാമർശിച്ചിട്ടുള്ളത്. ആ 2 സ്ഥലങ്ങളൊന്ന് പഠിച്ചേ. ഒന്ന് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് ആണ്, ജുവനൈൽ പോലീസ് യൂണിറ്റ്. ഓക്കെ, 2 നമ്മുടെ സാധാരണ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആണ്. ഓക്കെ, അപ്പൊ പരാതി നൽകേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ 2 പേരുടെ പേര് പറയണം. ഒന്ന് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, 2 ലോക്കൽ പോലീസ്. ഓക്കെ, ഇനി ഈ ഒരു പരാതി നമ്മൾ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോ റിപ്പോർട്ട് നൽകുമ്പോൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ നമ്മളുടെ നിയമത്തിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് നൽകുമ്പോൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ, ഒന്ന് എന്ന് പറയുന്നത് രേഖാമൂലമാക്കുകയും, നമ്മൾ ഈ പറഞ്ഞ റിപ്പോർട്ട് അല്ലെങ്കിൽ പറഞ്ഞ ഈ ഒരു കാര്യം രേഖാമൂലം അവരെന്ത് ചെയ്യണം, ആക്കുകയും വേണം.
അതിന്റെ എൻട്രി നമ്പർ നൽകുകയും വേണം. ഓക്കെ, ഇപ്പൊ ആ ഒരു കേസ് FIRന്റെ രജിസ്റ്റർ നമ്പർ കാണുമല്ലോ, 26/2024, ഇതാണ് എൻട്രി നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു എൻട്രി നമ്പർ എന്ത് ചെയ്യണം, നമുക്ക് നൽകണം. അപ്പൊ ആ ഒരു കേസിന്റെ സ്ഥിതി എന്തായെന്നൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എൻട്രി നമ്പർ മാത്രം കൊടുത്താൽ മതിയാകും. ഓക്കെ, അപ്പൊ എന്താ ആദ്യമേ ചെയ്യേണ്ടുന്ന പ്രവൃത്തി? ഇപ്പൊ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണ്, പോക്സോ നിയമപ്രകാരമുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കേസ് എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ രേഖാമൂലമാക്കണം. നമ്മൾ എവിടെയാണോ ആ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ ഉള്ള ആ ഒരു ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യണം? രേഖാമൂലമാക്കിയിട്ട് അതിന്റെ എൻട്രി നമ്പർ ഈ ഒരു ആൾക്ക്, ഈ ഒരു പരാതി സമർപ്പിച്ച വ്യക്തിക്ക് നൽകണം. രണ്ടാമത് ചെയ്യേണ്ടത്, വിവരം നൽകിയ ആളിനെ അത് വായിച്ചു കേൾപ്പിക്കണം. ഇപ്പൊ രേഖാമൂലം എഴുതി വെച്ചില്ലേ, ആ എഴുതി വെച്ച കാര്യം എന്ത് ചെയ്യണം? ആ ആളിനെ വായിച്ചു കേൾപ്പിക്കണം. എന്താണ് ഇതിനകത്ത് എഴുതി വെച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? പോലീസ് യൂണിറ്റിൽ എന്തുണ്ടാകും? ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു രജിസ്റ്റർ ബുക്കിനകത്ത് എന്ത് ചെയ്യണം? ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എഴുതി വെക്കണം. ഇത് മൂന്നും എന്ത് ചെയ്തിരിക്കണം? ഈ നിയമപ്രകാരം ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ റിപ്പോർട്ട് നൽകുമ്പോൾ ചെയ്യുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് 3 കാര്യങ്ങൾ. 1, രേഖാമൂലമാക്കണം, എൻട്രി നമ്പർ നൽകണം, വിവരം നൽകിയ ആളിനെ അത് വായിച്ചു കേൾപ്പിക്കണം, അടുത്തതായിട്ട് അത് ആ ഒരു ബുക്കിനകത്ത് എഴുതി രേഖപ്പെടുത്തണം. ഓക്കെ, ഇനി ഇപ്പൊ കുട്ടിയാണ് പരാതി നൽകിയത്. ഓക്കെ, കുട്ടി കൊണ്ടുവന്ന് പരാതി നൽകിയതാണ്. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായിട്ടായിരിക്കണം ആ ഒരു രേഖ തയ്യാറാക്കേണ്ടത്, എഴുതി തയ്യാറാക്കേണ്ടത് കേട്ടോ. അത് നിയമത്തിൽ പറയുന്നുണ്ട്. കുട്ടിയാണ് പരാതി നൽകിയതെങ്കിൽ ലളിതമായ ഭാഷയിലായിരിക്കണം അത് എഴുതി തയ്യാറാക്കേണ്ടത്. ശ്രദ്ധിച്ചു കേട്ടോണം, ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അതായത് ഇപ്പം ഇവിടെ ഒരു പരാതി കൊടുത്ത ഉടനെ തന്നെ കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും ആവശ്യമാണെന്ന് ആ ഒരു ഉദ്യോഗസ്ഥന് തോന്നുകയാണെങ്കിൽ കേസ് റിപ്പോർട്ട് ചെയ്ത് വിത്തിൻ 24 മണിക്കൂർ, ശ്രദ്ധിച്ചിരിക്കുക, കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം എന്ത് ചെയ്തിരിക്കണം? കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിലേക്കോ പ്രവേശിപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് തോന്നുകയാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? അടിയന്തരമായിട്ടുള്ള വൈദ്യസഹായം വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്തിരിക്കണം? വിത്തിൻ 24 മണിക്കൂർ. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, കഴിഞ്ഞ തവണ ചോദ്യം ചോദിച്ചപ്പോൾ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂർ, സംഭവം നടന്ന് 24 മണിക്കൂർ, അങ്ങനെയായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, സംഭവം എപ്പം വേണമെങ്കിലും നടക്കാം, അത് പോലീസുകാർ അറിയണമെന്നില്ല. പക്ഷെ ആ സംഭവം നടന്ന കാര്യം അവിടെ എന്താണ്, പരാതി കൊടുക്കാൻ വരുന്ന സമയത്ത്, അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത് അവർ അറിയുന്നത്, അല്ലെ? അപ്പൊ അവിടെ ആ ഒരു സമയത്തിൽ നിന്നും 24 മണിക്കൂറാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം. അല്ലാതെ സംഭവം നടന്നതായിട്ട് പോലീസുകാർക്ക് സ്വന്തമായി ചിന്തിച്ച് 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകമാണ് ആ കുട്ടിയെ എന്ത് ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഷെൽട്ടർ ഹോമിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലോ മാറ്റേണ്ടത്. അത് മാത്രമല്ല, കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം വിഷയം എന്ത് ചെയ്യണം? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWCയെയും അറിയിക്കണം. അതുപോലെ തന്നെ ആ ഒരു ജില്ലയില്, ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ സ്പെഷ്യൽ കോടതി ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ കോടതിയെയും എന്ത് ചെയ്യണം? ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു റിപ്പോർട്ട് അവരെയും അറിയിക്കണം. ഓക്കെ, അപ്പൊ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂറിനകമാണ് വിഷയം എന്ത് ചെയ്യേണ്ടത്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കേണ്ടത്, അതുപോലെ തന്നെ സ്പെഷ്യൽ കോടതിയെയും അറിയിക്കേണ്ടത്. കേട്ടോ, ഓർത്ത് വെച്ചോണേ. 24 മണിക്കൂറിനകം എവിടെയൊക്കെയാണ്? CWC അറിയിക്കണം, സ്പെഷ്യൽ കോടതിയെയും അറിയിക്കണം. ഓക്കെ, ഇനിയും സ്പെഷ്യൽ കോടതി നിയോഗിച്ചിട്ടില്ലാത്ത പക്ഷം അവിടെ സെഷൻസ് കോടതി ഉണ്ടാകും. ഈ കാര്യങ്ങൾ, ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ചിലപ്പോൾ സ്പെഷ്യൽ കോടതി ഉണ്ടാകണമെന്നില്ല, സാധാരണ സെഷൻസ് കോടതി ഉണ്ടാകും. ആ കോടതി എന്ത് ചെയ്തിരിക്കണം? അറിയിച്ചിരിക്കണം. അത് മാത്രമല്ല, നൽകുന്ന വിവരങ്ങളിൽ മേൽ ഒരു വ്യക്തിക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പം ആ ഒരാള് ചിലപ്പം എവിടുന്നെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ഈ ഒരു കാര്യം വന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോ ആ കുട്ടി എന്ത് ചെയ്യും? എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചിലപ്പോ ആ കുട്ടി എന്ത് ചെയ്യാം? മൊഴി നൽകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ മറ്റേ ആളെ, ആ പരാതി നൽകിയ ആളെ കുറ്റക്കാരനാക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, നൽകുന്ന വിവരങ്ങളിൽ മേൽ ഒരു വ്യക്തിക്ക് എന്തുണ്ടാകത്തില്ല?
ബാധ്യത ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അത് മാത്രമല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമങ്ങളുടെയും സ്റ്റുഡിയോകളുടെയും ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളുടെയും ബാധ്യതയെ പറ്റിയിട്ടാണ് സെക്ഷൻ 20 പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് സെക്ഷൻ 19 റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. എവിടെ റിപ്പോർട്ട് ചെയ്യണം, അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ എന്തൊക്കെ നമുക്ക് ചെയ്തു തരണം, അത് അവര് ചെയ്യേണ്ട പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ 20 എന്തിനെ പറ്റി പറയുന്നത്? കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമങ്ങളുടെയും സ്റ്റുഡിയോകളുടെയും ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളുടെയും ബാധ്യത. അതായത് അവരിങ്ങനെ ഈ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഇങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അത് ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചിരിക്കണം. അത് ഓരോ മാധ്യമങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി കേസുകൾ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലോ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തുന്നു. ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പത്രപ്രവർത്തകർ ഇത് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല? അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതായത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ വീഴ്ച വരുത്തുകയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 21. അതിലെന്താ പറയുന്നത്? 6 മാസം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ലഭിക്കുന്നതാണ്. മനസ്സിലായോ? സെക്ഷൻ 19 സെക്ഷൻ 20 പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താണ്? 6 മാസം വരെ ആകാവുന്ന തടവ് ശിക്ഷയും അല്ലെങ്കിൽ പിഴയുമായിരിക്കും ലഭിക്കുന്നത്. ഇനി ദാ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇതും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കുക, അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്നു. ഓക്കെ, ഞാനിപ്പം ഒരു ഓഫീസ് നടത്തുകയാണ്. ഓക്കെ, ഒരു ഓഫീസ്, എന്റെ കീഴിലുള്ള എന്റെ ഉദ്യോഗസ്ഥൻ ഒരു കുട്ടിയോട് ഈ നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ അതവിടെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല. സംഭവം നടന്നു എന്നുള്ള കാര്യം മാത്രം എനിക്കറിയാം. ഓക്കെ, പക്ഷെ ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ എനിക്ക് എന്ത് ലഭിക്കും? ശിക്ഷ ലഭിക്കും. കാരണം ഞാൻ ആ സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചുമതലയിൽ ഇരുന്നിട്ട് ഞാൻ എന്റെ കീഴുദ്യോഗസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തി മനഃപൂർവ്വം ഞാൻ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ എനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് 1 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയുമാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി കാണുകയാണെങ്കിൽ ആരായാലും എന്ത് ചെയ്തിരിക്കണം? അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അറിയുകയാണെങ്കിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പഴുതടച്ച് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? ഈ നിയമത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ 1 വർഷം വരെ ആകാവുന്ന തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. പക്ഷെ ഈ വ്യവസ്ഥകൾ ഈ നിയമപ്രകാരം ഒരു കുട്ടിക്ക് ബാധകമാകുന്നില്ല കേട്ടോ. ഇപ്പൊ കുട്ടി ചിലപ്പോ എന്ത് ചെയ്യണമെന്നില്ല, ആ സംഭവം നടന്നിട്ട് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ചിലപ്പോൾ കുട്ടിക്ക് അത് ആ ഒരു എന്തായിരിക്കും, മാനസികമായിട്ട് ഒരു പേടിയും ഒക്കെ ഉണ്ടാവും. മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യവസ്ഥകൾ കുട്ടിക്ക് ബാധകമല്ല. ഓക്കെ, ആ കുട്ടികൾക്ക് ബാധകമല്ല. പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്തിരിക്കണം? ഇത് സംഭവം നടന്നു എന്ന് അറിയുകയാണെങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇനിതാ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിൽ നിന്നാണ് മറ്റു ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക. ജസ്റ്റ് നമ്മൾ കേട്ടിരുന്നാൽ മാത്രം മതി, മനസ്സിലാക്കിയാൽ മാത്രം മതി. കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നും ഇവിടെ വരുന്നില്ല. ഓക്കെ, മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 24. ഓക്കെ, അപ്പൊ 24 എന്തൊക്കെയാ പറയുന്നത്? ദാ നോക്കിക്കേ. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. അതായത് യൂണിഫോം ധരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തരുത് എന്ന് നിയമത്തിൽ പറയുന്നു. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാൻ പാടില്ല? യൂണിഫോം ധരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രി കാലത്ത് പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ വെക്കാൻ പാടില്ല. കേട്ടോ, ആ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചു വെച്ചോണേ. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ, സാധാരണയായി താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ, കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ, കഴിയുന്നിടത്തോളം ഏത് റാങ്ക് ശ്രദ്ധിച്ച് പഠിച്ചോണേ. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത, SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു മൊഴി രേഖപ്പെടുത്തേണ്ടത്. SI റാങ്കിൽ കുറയാത്ത ആരാണ്? വനിതാ പോലീസ് ഓഫീസർ. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അത്
ആ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് വരികയാണെങ്കിൽ SI റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ ആയിരിക്കണം അത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു സാഹചര്യത്തിലും പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കുട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. കുട്ടിയുടെ പേരോ അഡ്രസ്സോ അയൽപക്കത്തുള്ള ആൾക്കാരുടെ പേരോ അവരുടെ ആ ഒരു സ്ഥലം ഏതാണെന്നോ അല്ലെങ്കിൽ ആ കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, പൊതുമാധ്യമങ്ങളിൽ വരാൻ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമയാണ്. അതുപോലെ മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സാന്നിധ്യത്തിലായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. പോലീസ് ഓഫീസറോ മജിസ്ട്രേറ്റോ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കഴിയാവുന്നിടത്തോളം അതെന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, റെക്കോർഡ് ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യണം. മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ അനിവാര്യമായ സാഹചര്യത്തിൽ വേതന അടിസ്ഥാനത്തിൽ പൈസ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, യോഗ്യതയും പരിചയമുള്ള ഒരു വിവർത്തകന്റെയോ വ്യാഖ്യാതാവിന്റെയോ സഹായം തേടാവുന്നതാണ്. ചിലപ്പോൾ കുട്ടി ഇപ്പം അന്യദേശത്തുള്ള ഒരു കുട്ടിയാണെങ്കിൽ മലയാളം അറിയത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് ആരെങ്കിലും പൈസ കൊടുത്ത് നിർത്താവുന്നതാണ്. കുട്ടിക്ക് മാനസികമായോ ശാരീരികമായോ വൈകല്യം ഉണ്ടെങ്കിൽ ആശയവിനിമയത്തിനായിട്ട് മറ്റും വേതന അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അധ്യാപകന്റെയോ പരിചയമുള്ള ഏതെങ്കിലും വ്യക്തിയുടെ സഹായം മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ ഉറപ്പുവരുത്താവുന്നതാണ്. ഓക്കെ, അതത്രയാണ് മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സെക്ഷൻ 27 പറയുന്നത്. അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ ചൂണ്ടിക്കാണിച്ച ഒരു സെക്ഷൻ ആയിരുന്നു 27. അതായത് കുട്ടിയുടെ വൈദ്യപരിശോധന എന്ന് പറയുമ്പോൾ ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് FIR പരാതിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും കുറ്റകൃത്യത്തിന് വിധേയനായ ഒരു കുട്ടിയെ CRPC നിയമത്തിലെ 164A വകുപ്പ് അനുസരിച്ച് വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. ഓക്കെ, ഇനി ഇര ഒരു പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടർ ആയിരിക്കണം. വൈദ്യപരിശോധന നടത്തേണ്ടത് കുട്ടിയുടെ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള വ്യക്തികളുടെയോ സാന്നിധ്യത്തിൽ ആയിരിക്കണം. കുട്ടിയുടെ രക്ഷിതാവിനോ മറ്റു വ്യക്തികൾക്കോ കുട്ടിയുടെ വൈദ്യപരിശോധന സമയത്ത് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആശുപത്രിയിലെ മേലധികാരിയോ ഉയർന്ന അധികാരി നിഷ്കർഷിക്കുന്ന ഏതെങ്കിലും ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, വൈദ്യപരിശോധന നടത്തേണ്ടത്. അതാണ് വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി അടുത്തതാണ് സ്പെഷ്യൽ കോടതി. സ്പെഷ്യൽ കോടതിയുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 28 എന്ന് പറയുന്നത്. പ്രത്യേക കോടതിയുടെ ആ ഒരു പദവിയെ പറ്റിയിട്ടാണ് ഏത് സെക്ഷനിൽ പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. എന്താ പറയുന്നത്, വേഗത്തിൽ വിചാരണകൾ നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിച്ച് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും, ശ്രദ്ധിച്ചിരിക്കുക, ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതി എന്ത് ചെയ്യാം, സ്പെഷ്യൽ കോടതിയായിട്ട് നിയോഗിക്കേണ്ടതാണ്. അപ്പൊ പോക്സോ കേസുകൾ വരുന്ന സമയത്ത് ഈ സെഷൻസ് കോടതി എന്ത് ചെയ്യും, അത് സ്പെഷ്യൽ കോടതിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധിയൊന്നും പോക്സോ നിയമം നിഷ്കർഷിക്കുന്നില്ല കേട്ടോ. അതായത് സംഭവം നടന്ന് 5 വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം, 10 വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം, അങ്ങനെ ഒരു കാര്യവും പറയുന്നില്ല. ഇപ്പൊ ഒരു 30 വയസ്സുള്ള ഒരാള് എന്ത് ചെയ്യാം, താൻ 10 വയസ്സ് ആയിരുന്ന സമയത്ത് ഇന്ന വ്യക്തി തന്നോട് ഇന്ന പ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞ് 30ാമത്തെ വയസ്സിലും എന്ത് ചെയ്യാം, കൊണ്ടുപോയി പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. അതും എന്തിൽ വരും, പോക്സോ നിയമത്തിൽ വരും. ഓക്കെ, അതായത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധി ഒന്നും പോക്സോ നിയമം നിഷ്കർഷിക്കുന്നില്ല. ഇപ്പം എനിക്ക് 30 വയസ്സുണ്ട്, പക്ഷെ ഞാൻ ഈ ഒരു അതിക്രമം നേരിട്ടത് എന്റെ 10ാമത്തെ വയസ്സിലാണ്. അന്ന് എനിക്ക് പക്ഷെ പുറത്ത് പറയാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ഇപ്പൊ കൊണ്ടുപോയി എനിക്ക് ആ ഒരു സമയത്ത് ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. അത് പോക്സോ കേസ് ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇനി കുട്ടിയായിരുന്ന സമയത്ത് നേരിടേണ്ടി വന്ന അതിക്രമത്തെ കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാവുന്നതാണ്. അതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, കുട്ടിയായിരുന്ന സമയത്ത് നേരിടേണ്ടി വന്ന അതിക്രമത്തെ കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഒരാൾക്ക് പരാതി നൽകാവുന്നതാണ്. അപ്പൊ പോക്സോ കേസുകൾ വിചാരണ നടത്തേണ്ടത് രഹസ്യമായിട്ടായിരിക്കണം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 37.
കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ കുട്ടിക്ക് ഉറപ്പും വിശ്വാസവുമുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ രഹസ്യമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സ്പെഷ്യൽ കോടതി വിചാരണ നടത്തേണ്ടത്. സ്പെഷ്യൽ കോടതിക്ക് ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം വിചാരണക്കിടയിൽ എന്ത് ചെയ്യാം? കുട്ടിക്ക് ഇടവേളകൾ അനുവദിക്കാം. മൊഴി നൽകാൻ കുട്ടിയെ ആവർത്തിച്ച് വിളിക്കുന്നില്ലെന്ന് സ്പെഷ്യൽ കോടതി എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ ചോദ്യം ചോദിക്കാൻ കുറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. ആ സ്പെഷ്യൽ കോടതിക്ക് നേരത്തെ നൽകണം. അത് സ്പെഷ്യൽ കോടതി ആയിരിക്കണം കുട്ടിയോട് ചോദിക്കേണ്ടത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു വെച്ചോണം. ഈ പ്രതിയുടെ വക്കീലിന് ഡയറക്റ്റ് കുട്ടിയോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഓക്കെ, ആ പ്രതിയുടെ വക്കീല് എന്ത് ചെയ്യും? ആ കുട്ടിയോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങള് തയ്യാറാക്കിക്കൊണ്ടുവരും. അത് നമ്മളെ കോടതിയിലെ സ്പെഷ്യൽ കോടതിക്ക് അത് നൽകും. ആ സ്പെഷ്യൽ കോടതിയിൽ ആ ജഡ്ജായിട്ടിരിക്കുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു ചോദ്യങ്ങള് കുട്ടിയോട് സാവധാനത്തിൽ ചോദിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ കുടുംബാംഗത്തെയോ രക്ഷകർത്താവിനെയോ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാളെയോ കുട്ടിയോടൊപ്പം കോടതിയിൽ ഹാജരാക്കാൻ അനുവദിക്കുന്നതിലൂടെ കോടതിക്ക് അതിന്റെ അന്തരീക്ഷം ബാലസൗഹാർദ്ദമാക്കാവുന്നതാണ്. ശിശു സൗഹാർദ്ദമാക്കുന്ന നടപടിയാണ് ഈ നിയമത്തിലൂടെ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യം ഒരു കുട്ടി ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ കുറെ പഠിച്ചല്ലോ. ആ കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒരു കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള വകുപ്പുകൾ അനുസരിച്ചിട്ടാണ് കേട്ടോ. അഥവാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരിക്കും. മനസ്സിലായോ? ഒരു കുട്ടിയാണ് ഇതിനകത്ത് പറയുന്ന പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഒരു 14 വയസ്സുള്ള കുട്ടിയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ശിക്ഷ ആയിരിക്കത്തില്ല ആ കുട്ടിക്ക് ലഭിക്കാൻ പോകുന്നത്. പകരം കുട്ടികൾക്കുള്ള ശിക്ഷാ നിയമമുണ്ട്. അതാണ് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ശിക്ഷയായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു കുട്ടിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കഴിയുന്നിടത്തോളം കുറ്റം കണ്ടുപിടിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാക്കണം. ഈ സ്റ്റേറ്റ്മെന്റുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഓക്കെ, കഴിയുന്നിടത്തോളം കുറ്റം കണ്ടുപിടിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ 1 ഇയർ. ഓക്കെ, 1 വർഷമാണ് അവിടെ സമയം കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്രത്യേക കോടതി എന്ത് ചെയ്തിരിക്കണം? ഇതിന്റെ വിചാരണ പൂർത്തിയാക്കിയിരിക്കണം. അതുപോലെ അഭിഭാഷകന്റെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 40. ഓക്കെ, അഭിഭാഷകന്റെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 40 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങള്. ഇവിടെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മറ്റ് പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ചോദ്യ പേപ്പർ എടുത്തു നോക്കിയാലും പോക്സോ നിയമവുമായി കൂടുതലും സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിക്കുന്നത്. കാരണം ഇതിനകത്തുള്ള പല വ്യവസ്ഥകളും എടുത്തിട്ട് അത് ചെയ്യും, മെർജ് ചെയ്തിട്ട് ചോദിക്കും അത് ശരിയാണോ, ഇതിനകത്ത് പോക്സോ നിയമവുമായി ശരിയായിട്ടുള്ളത് ഏതാണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അങ്ങനെയായിരിക്കും കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പഠിച്ച ഓരോ സ്റ്റേറ്റ്മെന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, കാണാതെ പഠിക്കേണ്ട, കൃത്യമായിട്ട് മനസ്സിലാക്കി. നമുക്ക് സിമ്പിൾ വേർഡ്സ് അല്ലേ, മലയാളമല്ലേ, നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ പോലും ഒരു തവണ വായിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ആകെ നിങ്ങൾക്ക് കാണാതെ പഠിക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വരുന്നത് അവിടെ ശിക്ഷകൾ പഠിക്കുന്ന സമയത്തും സെക്ഷനുകൾ പഠിക്കുന്ന സമയത്തുമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, വായിച്ച് പോയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ നമ്മുടെ പോക്സോ നിയമത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വരുന്ന പരീക്ഷകൾക്ക് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. കാര്യം ശ്രദ്ധിച്ചു പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്കിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.